ഹലോ, അനന്തുവാണ് തരംഗം മീഡിയ. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ കേട്ടോ. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളെല്ലാം നമ്മൾ സൗണ്ടിൻ്റെയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ്. അതായത് നമ്മൾ കൊഞ്ച് നോക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊഞ്ച് വീശുന്ന വീഡിയോ. അതായത് നമ്മൾ പമ്പയാറിൻ്റെ നടുക്ക് വള്ളത്തെ പോയി പൊങ്ങേൽ തീറ്റിയിട്ടിട്ട് വല കൊണ്ട് വീശിയെടുക്കുന്ന ഒരു മീൻപിടുത്തം കേട്ടോ. നമ്മുടെ അമ്പാടിയുടെ അച്ഛൻ അജിയണ്ണൻ പൊങ്ങിടുന്നുണ്ടെന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോകണം. പൊങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ സെറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ചെല്ലുന്നതിന് ഇന്ന് വീശാൻ പ്ലാൻ ചെയ്തതല്ല. അപ്പോൾ അവർ വെളുപ്പിനെ പോകാനിരുന്ന. അപ്പം ഇന്ന് വെളുപ്പിനെ മഴ വല്ലതും പെയ്താലോ എന്ന് കരുതി പെട്ടെന്ന് വൈകിട്ടാക്കി. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് എന്നെ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞ് അമ്പാടി ഇപ്പോൾ വിളിച്ചതാണ്. ഞാൻ കിടക്കുമായിരുന്നു. അപ്പം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ആ പൊങ്ങെല്ലാം അവർ വെള്ളത്തിലിട്ടു എന്നാണ് പറഞ്ഞത്. അജിയാണ് ഇട്ട് തുടങ്ങി. കാരണം നമുക്കൊരു സമയമെടുക്കും. അപ്പോൾ നമുക്ക് നേരെ എന്ന് വള്ളത്തെ കയറി നേരെ ആറ്റിലേക്ക് പോയി ആ പൊങ്ങെല്ലാം കാണാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പൊങ്ങ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ഇന്നത്തെ കൊഞ്ച് വിശയിലേക്ക് പോകാം. ഓക്കെ, ബാ. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ വള്ളത്തെ കയറി കേട്ടോ. നമ്മുടെ അമ്പാടിയുടെ അച്ഛനാണ് കേട്ടോ, അജിയണ്ണൻ. അമ്പാടി ഒരു ആയി കൊടുത്തേ കണ്ടോ. ഞങ്ങൾ പമ്പയാറിൻ്റെ ഒത്ത നടുക്കാണ് കണ്ടോ. പമ്പയാറിൻ്റെ ഒത്ത നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഓണമായിട്ട് എങ്ങും പോകാതിരിക്കുമായിരുന്നു. അപ്പം ഉച്ചയായപ്പോൾ അമ്പാടി പറഞ്ഞ് കണ്ണൻ ഇന്ന് നമുക്കിങ്ങനെ പൊങ്ങിട്ടൊന്ന് വീശിയാലോന്ന് ഓർത്ത്. നമ്മൾ ഫിഷിംഗ് വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയോ ഒന്നും ഒരു രീതിയിലും സമയമായിട്ടില്ല കേട്ടോ. നമ്മൾ പൊങ്ങെല്ലാം കെട്ടി സെറ്റ് ചെയ്ത് എല്ലാം ഇട്ടതാണ്. കണ്ടോ അവിടെ ഉണ്ട്. ഇപ്പോൾ അജിയണ്ണ അവിടെ പൊങ്ങെടുക്കുന്നത് കണ്ടോ. ഒഴുക്ക് കൂടുതലാണ്, അതുകൊണ്ട് പാടാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യണം. നല്ലപോലെ സമയമെടുക്കുന്നൊരു മീൻപിടുത്തമാണ് പൊങ്ങിട്ട് കൊഞ്ച് പിടിക്കാന്ന് പറയാം. കണ്ടതേ അവിടെ എല്ലാം കിടപ്പുണ്ട് കണ്ടോ. അങ്ങോട്ടല്ല നല്ലപോലെ മിന്നും വരുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഈ ആറിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ ഇത്രയും വെട്ടം ചെല്ലുന്നുണ്ട്, പെട്ടെന്ന് മെന്ത് വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ പമ്പയാറാണ്. പമ്പയാറിൻ്റെ ഒത്ത നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് കണ്ടോ. രണ്ട് സൈഡിലും കണ്ടോ. അവിടെ വീടുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട് ഈ സൈഡിലാണ്. ഇതാണ് അമ്പാടിയുടെ വീട് കണ്ടോ. നമ്മുടെ വീട് അങ്ങോട്ട് മാറിയാണ്. അക്കരയിൽ വേറെ വീടുകളുണ്ട് കണ്ടോ. പൊങ്ങ് കിടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. വെട്ടം അടിക്കുമ്പോൾ ഇങ്ങനെ വെളുത്ത് കിടക്കുന്നതാണ് കണ്ടോ. അതാണ് പൊങ്ങ് കണ്ടോ. അങ്ങ് വരെ കിടപ്പുണ്ട്. കണ്ടോ. പിന്നെ അക്കരെ ദേവി അത് വീടാകട്ടോ. പിന്നെ ഇതുണ്ട്, ആ കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ. വിഷ്ണുമായ ക്ഷേത്രമാണ് ഞങ്ങളുടെ ഇവിടുത്തെ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് പൊങ്ങയിൽ ഏതെങ്കിലും ഒരു പൊങ്ങയിൽ കൊഞ്ച് പിടിക്കുവാണെങ്കിൽ നമുക്കറിയാം പൊങ്ങ് താഴോട്ട് വെള്ളത്തിനടിയിലോട്ട് ഇങ്ങനെ താന്ന് പോകും. അപ്പോഴത് നോക്കിയിട്ടാണ് നമ്മൾ വീശുന്നത്. അപ്പം അത് നോക്കിയിട്ട് നമുക്കിനി അത് വെയിറ്റ് ചെയ്ത് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പൊങ്ങേൽ ഒരെണ്ണം കൊത്തിയിട്ടുണ്ട് കേട്ടോ. കൺഫേം അല്ല, നമുക്ക് ഉറപ്പിക്കാനൊന്നും തെളിവൊന്നുമില്ല നമ്മുടെ. അപ്പം അജിയണ്ണാണ് വീശുന്നത്. അപ്പം അവരെന്നും പോകുന്നതാണല്ലോ, ഈ ഒരു ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളിതേ വല വീശുന്നൊന്ന് കാണിക്കുകയാണ്. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു ഭാഗ്യമാണ്. അപ്പം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും ഇത് കാണാത്തവർക്ക്. പിന്നെ ഇങ്ങനെ വള്ളത്തിൽ നിന്ന് വീശുക എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല. കണ്ടോ ഗൈസ്, ഞാനും അജിയണ്ണുമായിട്ട് നിൽക്കുന്ന ദൂരം കണ്ടോ. ഞങ്ങളുടെ ക്യാമറയുടെ തൊട്ട് ഫ്രണ്ടിലാണ് വല വീണത്. ഞാനത് സാഹസികമായിട്ട് മാറ്റിക്കൊണ്ടാണ്. അല്ല ഇപ്പം ഞാനടക്കം വലയ്ക്കകത്ത് കിടന്നേനെ.
അജീണ പറയുന്നത് ഒഴുക്കാണ് ഭയങ്കരം, അങ്ങൊരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഇല്ലേ. നമുക്ക് ഏതായാലും നോക്കാം, അതിന് വല വലിക്കാൻ പോവാം. അവിടെ ചേർക്കിടാൻ പണി കിട്ടിയാലും ഇല്ലേലും നമുക്ക് കാണിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാരണം ഇങ്ങനെ പമ്പയാറിൻ്റെ ഒത്ത നടുക്ക് ഇങ്ങനെ ഈ സമയത്ത് രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും വല വീശുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണം കേട്ടോ. ഞങ്ങളിങ്ങനെ വല വീശിയിട്ടുണ്ട്. ഇത് വല വലിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊഞ്ചിന് വെച്ച തീറ്റയ്ക്കകത്ത് തൂളി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല ഒഴുക്കല്ലേ ഗൈസ്, നല്ല ഒഴുക്കാണ് കേട്ടോ. അതാണ് നമുക്ക് ഒഴുക്ക് ശമിച്ച് കിടക്കുന്ന സമയത്താണ് നമ്മൾ പൊങ്ങിട്ട് എല്ലാവരും വീശാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അജിയെണ്ണം മാത്രമേ ഉള്ളൂ. സാധാരണ ഒഴുക്കില്ല എങ്കിൽ ഇവിടെയൊക്കെ ഒരു 4-5 വള്ളക്കാർ വൈകിട്ട് ഈ സമയത്ത് കാണാം. രാത്രി ത്രൂ ഔട്ടാണ് അവരിടുന്നത് കേട്ടോ. കണ്ടോ, അതെ ഇതിനാണ് കിട്ടിയത് കണ്ടോ. ആ ഗൈസ്, ആ പൊങ്ങ് വീണ്ടും പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ പുറകെ പോവാം. ഗൈസ്, ദേ വീണ്ടും നമ്മുടെ അടുത്ത പൊങ്ങൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അജിയണ്ണം വീശാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ചില അകന്നാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, പോള വരുന്നുണ്ട്. പഠിച്ചാണ് അങ്ങോട്ട് പിടിക്കടാ. പോള പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. ഗൈസ്, ഇതേ അപ്പം അവത്തലുണ്ട് കേട്ടോ. ഉണ്ടെന്നാണ് അജിയണ്ണം പറഞ്ഞത്. നമുക്ക് നോക്കാം കേട്ടോ. അത് വീശി കഴിഞ്ഞ് നമുക്ക് അവനെ വലയ്ക്കകത്ത് കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ വല എടുക്കുന്ന തൊട്ട് ഞങ്ങൾ ചില അകന്നാണ് കിടക്കുന്നത്. പോള വരുന്നുണ്ട് ഇപ്പുറത്ത്. അപ്പം അത് കാരണം നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഈ വള്ളം പുറകോട്ട് പിടിക്കാൻ പോകുന്നുണ്ട്. ഇടയ്ക്ക് ലൈറ്റ് ഓഫായി പോകുന്ന കേട്ടോ. ഇവിടെ ഞാൻ നിൽക്കുവാണ്. അപ്പോൾ ഗൈസ്, വീശിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിൽക്കുവാണ് വെള്ളത്തെ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ശകലം ഇതുണ്ട്, വെള്ളം നനഞ്ഞ് കിടക്കുവാണ് കണ്ടോ. ഇനി അടുപ്പിച്ചോടാ. അപ്പോൾ നമുക്കിതേ ഇനി നേരെ വള്ളത്തിനടുത്തോട്ട് പോകാം കേട്ടോ. ഗൈസ്, നിങ്ങളൊക്കെ അതെ, ഞാൻ ഒന്നും കൂടി നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാം കേട്ടോ. ഈ രാത്രി കാലത്തൊക്കെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ആറിൻ്റെ നടുക്ക് ഇതുപോലെ രാത്രിയിൽ കൊഞ്ച് വീശാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. എന്നാ ചേട്ടാ? അങ്ങോട്ട്
ഗൈസ് എന്റെ മോനെ ഇത് കണ്ടോ കണ്ടോ എടാ മോനെ കിടക്കുന്ന കണ്ടോ? ഇതാണ് കൊഞ്ച്. കണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര വലിയ കൊഞ്ചിനെ കിട്ടുന്നുണ്ടോ? കുട്ടനാടൻ കൊഞ്ച് കണ്ടോ? ഉണ്ടോ കേട്ടോ? കണ്ടോ കണ്ടോ? അവൻ കണ്ടോ? അവന്റെ കാല് കണ്ടോ? കണ്ടോ കണ്ടോ? കുട്ടനാടൻ കൊഞ്ച് കണ്ടോ? ഇപ്പൊ അജിയണ്ണ അതിനെ എടുക്കും കേട്ടോ. എന്തോ അവൻ കണ്ടോ? കാലിറക്കി ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ നോക്കണം. നമുക്കെടുക്കും. അവന്റെ കാലിന് ഇറുക്ക് കിട്ടിയ ഇരിപ്പതാ കേട്ടോ. നല്ല കിടുക്കം വേദനയായിരിക്കും. വാലിനടിക്കും. ഒരു 400 ഗ്രാം ഉണ്ടല്ലേ? ഒരു 400 ഗ്രാം ഉണ്ട് കേട്ടോ കൊഞ്ച്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തോടെ കാണുന്ന അപ്പാപ്പി കൊഞ്ച്. എന്തോ അപ്പാപ്പി കൊഞ്ച് കണ്ടോ? ഇതിന് ഓരോ പേര് വരെ ഉണ്ട് ഗൈസ്. അപ്പാപ്പി കൊഞ്ച് കണ്ടോ? നമ്മള് അപ്പാപ്പി കൊഞ്ച്, ദൂരക്കാലം കൊഞ്ച് കണ്ടോ? ഓരോരോ പേരുകളാ കണ്ടോ? അപ്പം നമ്മൾ ഈ വഴി സൈഡിലൊക്കെ ഇരിക്കുന്ന ഈ ഐസിട്ട കൊഞ്ചൊന്നും അല്ല ഇത് കേട്ടോ. ആ കൊഞ്ചുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഇത് നല്ല ഒന്നാന്തരൻ കുട്ടനാടൻ കൊഞ്ച്, ഫ്രഷ് കൊഞ്ച്, പമ്പയാറ്റില് കിട്ടുന്ന നല്ല ഫ്രഷ് കൊഞ്ച്. കണ്ടോ? ഇത് വളരെ ഇടുക. കണ്ടോ കണ്ടോ കണ്ടോ? കണ്ടോ ഗൈസ്? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തേക്ക് പോവാം. ഗൈസ് ദേ ഞങ്ങള് പൊങ്ങ് നോക്കാൻ വേണ്ടി പോവാ കേട്ടോ. അത് നമ്മൾ ഇവിടാണ് പൊങ്ങിട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടോ? ഈ ഒരു ലെയറാണ് നമ്മൾ പൊങ്ങിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ലെയർ കണ്ടോ? അത് കാണാമല്ലോ. കണ്ടോ? പൊങ്ങ് കിടക്കുന്നുണ്ടോ? പൊങ്ങ് കിടക്കുന്നുണ്ടോ? അവിടാണ് നമ്മൾ ഇട്ടിരുന്നത്. ഈ ഒരു ലെയറിൽ നിന്ന് നമ്മുടെ അജയണ്ണം നിൽക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്താണ് കണ്ടോ? അവിടം വരെ ഇവിടുന്ന് അവൻ വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇനി നമ്മളിത് അമ്പാടിയായിട്ട് നമ്മളിങ്ങനെ ടോർച്ച് അടിച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കണ്ടോ? നമ്മൾ ടോർച്ച് അടിച്ചിരിക്കുന്നുണ്ടോ? ആ ടോർച്ച് അടിച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ ഇട്ടിരിക്കുന്ന ലെയറിൽ നിന്ന് പൊങ്ങ് മാറിക്കിടപ്പുണ്ടോന്ന്. മാറിക്കിടപ്പുണ്ടെങ്കിൽ അത് കൊഞ്ച് പിടിച്ചോണ്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നമുക്ക് ആ അടുത്ത് പോയി അതിൻ്റെ നൂലെ പിടിച്ച് നമ്മളിങ്ങനെ ചെറുതായിട്ട് വലിച്ചു നോക്കുമ്പോൾ ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും കൊഞ്ച് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അവർക്ക് ആ നൂലെ വലിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം അത് വലിച്ചു പൊക്കി അത് എവിടാണ് ആ നൂലിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്, അത് എത്രത്തോളം ദൂരെയാണ് ആ കൊഞ്ച് നിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയാൻ പറ്റും. കാരണം അവരുടെ ചെയ്യുന്ന തൊഴിൽ അവർ സ്ഥിരം ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കാർക്കും അത് അറിയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഐഡിയ പരമായിട്ടാണ് അത് എവിടെയാണ് നിൽക്കുന്നത് നോക്കിയിട്ട് നമ്മൾ വല വീശുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വീശിയത് കണ്ടോ? ഇവനും താണ്ട് നോക്കുന്നുണ്ട്. ഇവന് അറിയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവൻ ചുമ്മാ നമ്മളെ കാണിക്കാൻ വേണ്ടി പൊക്കിയതാ. അപ്പം നമുക്ക് ഒരെണ്ണത്തിന് അങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതിന് കമൻറ്റ് പറയണം കേട്ടോ. നിങ്ങളിങ്ങനെ പമ്പയാറ്റിൽ ഇങ്ങനെ പമ്പയാറെന്നല്ല ഏതെങ്കിലും ആറ്റിൽ ഇങ്ങനെ രാത്രിയിൽ കൊഞ്ച് പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഇനി അടുത്ത കട്ട വെയിറ്റിംഗ് ആണ് അടുത്ത കൊഞ്ചിന് വേണ്ടി. ഓക്കെ ഗൈസ്, അടുത്ത പൊങ്ങ് നമുക്കങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അറിയത്തില്ല, നമുക്ക് നമുക്ക് ടോർച്ച് വെച്ചെങ്കിലും നോക്കാം മീനുണ്ടോയെന്ന്. ഇതങ്ങനെ നോക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു ധാരണയാണ്. ഇപ്പോൾ അജിയണ്ണ അടുത്ത പൊങ്ങിന് വീശാൻ പോവാ കേട്ടോ. പുറോട്ട് പിടിയടാ. ഗൈസ് അപ്പോൾ അടുത്ത വല വീശാൻ പോവാ കേട്ടോ. ഗൈസ് നമ്മൾ അടുത്ത വല വീശിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2 വള്ളത്തിലാണ് കേട്ടോ. ഇപ്പം അജിയണം നിൽക്കുന്നത് അമ്പാടിയുടെ ഒക്കെ വള്ളം.
ഈ വള്ളം എന്ന് പറയുന്നത് ഈ വള്ളം അജിയണ്ണൻ്റെ അനിയൻ്റെ വള്ളം കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോക്കകത്ത് അജിയണ്ണൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, സാബു ചേട്ടൻ. നമ്മൾ ആ ഒഴുക്കിന് തൂളി വീശുന്ന ഒരു വീഡിയോക്കകത്ത് സാബുണ്ണം വന്നിട്ടുണ്ട്. അപ്പം ആ വള്ളത്തിലാണ്, 2 വള്ളത്തിലാണ് കണ്ടോ. അപ്പം നമുക്ക് നോക്കാം. പുറകോട്ട് പിടിക്കാം. ഗൈസ് ഇതിനകത്തില്ല. ഗൈസ് അപ്പോൾ അതെ അടുത്ത പൊങ്ങ് വീശാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ഗൈസ് വീണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. വലിക്കുമ്പോഴേ നമുക്കിനി അറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലേ? ഇല്ല ഗൈസ്, അതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. ഇതാണ് പൊങ്ങ് കണ്ടോ. നിങ്ങളെ അത് ഉണ്ടാക്കുന്നത് ധൃതി കാരണമാണ് കാണിക്കാതിരുന്നത്. 1-2 എണ്ണം ഉണ്ടാക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതാണ് കണ്ടോ. കണ്ടോ ഇങ്ങനെയാണ് പൊങ്ങ് ഉണ്ടാക്കുന്നത് കണ്ടോ. കണ്ടോ ഒരു കല്ല് നമ്മൾ താഴെ ഇങ്ങനെ കെട്ടിയിടും. അതിന് മേളിൽ ഈ ഒരു ആകൃതിയിൽ തേങ്ങ കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് നൂലാണ്. എന്നിട്ട് സ്പോഞ്ചാണ്, തെർമോക്കോളാണ് കേട്ടോ. അതിൻ്റെ 2 സൈഡിലും നമ്മൾ ഒരു ഈറയുടെ ഇത്ര നൈസായിട്ട് കട്ടി കുറഞ്ഞൊരു സാധനം ചെത്തിയെടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിടും. കണ്ടോ. ഓക്കെ, അങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് കണ്ടോ. ഗൈസ് നമ്മുടെ ചന്ദ്രൻ മേളിൽ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് കണ്ടോ. നല്ല നിലാവല്ലേ, ദേ നിങ്ങളൊന്ന് നോക്കിക്കേ. നല്ല അടിപൊളി അന്തരീക്ഷമല്ലേ. നക്ഷത്രങ്ങളെല്ലാം മേളിലുണ്ട്, ചന്ദ്രനുണ്ട് കണ്ടോ. നല്ല അടിപൊളി അന്തരീക്ഷം കണ്ടോ. എന്ത് സുഖമാണെന്നറിയോ. ഒച്ച ബഹളം അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഒഴുകിക്കൊണ്ടിരിക്കുന്ന പമ്പയാറ്, അതിനൊത്ത നടുക്കിങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ കിടക്കുക കണ്ടോ. വേറൊരു ഫീലാണ് കേട്ടോ. ഇത് വേറൊരു ഫീലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം വാ. ഗൈസ് അടുത്ത വല വീശിട്ടുണ്ട് കേട്ടോ അജിയണ്ണൻ. ഞങ്ങളെ നമ്മുടെ അമ്പലത്തിലേക്ക് ഒരു അലമാരി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് ഇറക്കാൻ വേണ്ടി വള്ളത്തെ കയറ്റണമായിരുന്നു. അപ്പം ഞാനും അമ്പാടിയും കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ അത് ഞങ്ങൾ തുഴഞ്ഞു വന്ന സമയത്ത് അജിയണ്ണൻ ഒരെണ്ണം വീശിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ വാ. എന്ത് മനുഷ്യമാണ്, ഇപ്പം ഞാൻ വീണാനല്ലോടാ.
ഉണ്ട്. ഗൈസ് നമുക്ക് അടുത്താനെ കിട്ടി കേട്ടോ. കണ്ടാ കണ്ടോ, അടുത്തവനെ കണ്ടോ? നല്ല കുട്ടനാടൻ കൊഞ്ച് കണ്ടോ, കടിച്ചോ? ഒരെണ്ണം കിട്ടി കേട്ടോ. അജിയണ്ണൻ അവന് ഒരെണ്ണം കൊടുത്തു. കണ്ടാ, ഇവനെയാണ് നമുക്കിപ്പോൾ കിട്ടിയണ്ടോ, കണ്ടോ? ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയാൽ എന്താ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, കണ്ടോ? ഇങ്ങനെ നമുക്ക് നോക്കാം ഇനി അടുത്ത് എങ്ങനെയാണെന്ന്. ഓക്കെ ഗൈസ്, ഒരു പൊങ്ങ് നമ്മുടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളത് നോക്കി പോവാണ്. കണ്ടോ, അവിടെ നിന്ന് വെള്ളം പോകുന്നുണ്ടോ? കണ്ടോ കണ്ടോ, നമ്മുടെ ഗുരുനാഥനൊക്കെ കേട്ടോ അവർ വള്ളത്തെ പോവാണ്. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കേട്ടോ, നമ്മുടെ കുട്ടനാട്ടുകാർ മുഴുവൻ ഇങ്ങനെയാണ് പോകുന്നത്. വള്ളത്തേലാണ് അവരുടെ രാത്രിയിലെ യാത്രകളെല്ലാം. കാരണം വെച്ചാൽ വേറെ മാർഗം നമുക്കില്ല. ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണാം, ഈ ക്ഷേത്രവും വീടും കൂടാണ്. ഇവിടെ നമുക്ക് പെട്ടെന്നൊന്ന് പോകണമെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഇക്കരയ്ക്ക് പെട്ടെന്നൊന്ന് പോകണമെങ്കിൽ നമുക്ക് വള്ളം മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് വള്ളവും യമഹയും എല്ലാം ഉണ്ട്. മാട്ര ഗൈസ് അവത്താൽ ഉണ്ടെന്നാ പറഞ്ഞ കേട്ടോ. ഗൈസ് അവത്താൽ ഉണ്ടെന്നാണ് അജിയണ്ണൻ പറയുന്നത് കേട്ടോ. നമുക്കറിയത്തില്ല, നമുക്ക് നോക്കാം. രാജിയണ്ണ അവിടെ വീശാൻ പോവാം. അവിടെ വലയെല്ലാം അജിയണ്ണ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ശകലം കൂടി മാറിയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ ക്യാമറയിൽ ഇത്രയും ദൂരം നിങ്ങൾക്ക് അപ്പോഴേ കാണാൻ പറ്റുമല്ലോ. വീണ് തീറ്റി വീണിട്ടുണ്ട്. എന്താ ജന, പക്ഷെ പൊങ്ങ വീണിട്ടുണ്ടോ തീറ്റി? നമ്മളത് വീണിട്ടില്ലെന്നാണ് അജിയണ്ണൻ പറയുന്നത് കേട്ടോ. നമുക്കിനി നോക്കാം. ഇന്ന് ഗൈസ് ഒരു വല്ലാത്ത ഒഴുക്കാ കേട്ടോ. ഇന്ന് ഒഴുക്കിൻ്റെ ഗതിയെല്ലാം വേറെയാണ്. അത് കാരണം നമുക്ക് ഉണ്ടോ, ഇവന് ഈ ഉള്ള സമയത്ത് അവൻ രക്ഷപ്പെടാൻ നോക്കുക കണ്ടോ. അവനുള്ള സമയത്ത് പോകാൻ നോക്കുന്നുണ്ടോ, കണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നതേ എന്നാ കാണുമോ? അത്
അതെ എന്തൊരു വെള്ളം വരവിൻ്റെ ഒരു പ്രശ്നം. ആഹാ. ഒരു കൊഞ്ഞുമണി ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ കണ്ടായിരുന്നു. ചിലപ്പോൾ അതിനകത്ത് കാണും. പുറത്ത് നോക്കാം. ഒരു കൊഞ്ചുമണി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. പുറത്ത് പോകുന്ന ഗൈസ്, അത് നമുക്ക് മിസ്സായി കേട്ടോ. ആ കൊഞ്ച് കണ്ടതേ പോളയൊക്കെ ഒഴുകി വരുന്ന സമയമാണ്. നമ്മൾ ഇതിനെ ഒഴിച്ച് വേണം വീശാൻ. അവിടെ നിന്ന് വള്ളം വരുന്നുണ്ട് കണ്ടോ, കണ്ടോ നമ്മുടെ ബോട്ട് വരുന്നുണ്ടോ. നമ്മുടെ ഞങ്ങളുടെ അമ്പലത്തിലെ വള്ളമാണ് കേട്ടോ. ഞങ്ങളുടെ ഗുരുനാഥനെ ആക്കാൻ വേണ്ടി പോയിട്ട് വരും. അതെ ധനച്ചനാ ഓടിക്കുന്ന കേട്ടോ, കേട്ടോ. ഞങ്ങളുടെ ഗുരുനാഥനെ അങ്ങോട്ട് അക്കരയ്ക്ക് ആക്കാൻ വേണ്ടി അവർ പോയതാണ്, ആക്കിയിട്ട് വരിക. അപ്പോൾ നമുക്കിതേ വീണ്ടും നമുക്ക് അടുത്ത പൊങ്ങ് നോക്കിപ്പോ. നമ്മളിപ്പോൾ മൊത്തം നിങ്ങൾ കണ്ടാലോ 5 വല വീശി അല്ലേ. നമ്മളിപ്പോൾ 5 വല വീശി നമുക്കതിൽ 2 എണ്ണത്തിന് കൊഞ്ചിനെ കിട്ടി. ആ 2 എണ്ണം തന്നെ കിട്ടിയ ഭാഗ്യം കേട്ടോ. ചിലർക്ക് പകൽ ഈ രാത്രി മുഴുവൻ നമ്മൾ ഈ വീശി നടന്നാലും നമുക്ക് കിട്ടാത്തവരുണ്ട്. ചിലർക്ക് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. മീനിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഈ വള്ളത്തെ നിന്ന് വീശുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വശമില്ലാത്തവർ പോയി ഇവർ വീശുന്ന കണ്ട് വീശിയാൽ മറിഞ്ഞ് വെള്ളത്തിൽ പോകും. കറക്കി വീശുമ്പോൾ വല വള്ളത്തേലും വീശുന്ന ആൾ വെള്ളത്തിലും ആയിരിക്കും. അപ്പോൾ അതിച്ചിരി റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല കേട്ടോ, വള്ളത്തിൽ നിന്ന് വീശാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അതുകൊണ്ട് ഞാനതിന് മുതിരത്തുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത പൊങ്ങ് നോക്കി പോവാണ് ഗൈസ്. അപ്പോൾ അതെ ഒഴുക്ക് പിന്നെയും കൂടി കേട്ടോ. കാരണം നിങ്ങൾക്കിപ്പോൾ മേളിൽ നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് ഒഴുക്ക് അറിയത്തില്ല, അടിയൊഴുക്കുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്നത്തെ കൊഞ്ച് വീശ് നിർത്തുവാണ്. അപ്പോൾ ഇനി ഇട്ടിട്ട് കാര്യമില്ല എന്ന് അജീണം പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങളിതേ നമ്മൾ ഇട്ടിരിക്കുന്ന പൊങ്ങ് മുഴുവൻ പെറുക്കുക. നമ്മളപ്പോൾ നമ്മളിട്ട മുഴുവൻ മുമ്പോട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. മുന്നോട്ട് പിടിച്ചു കൊടുക്കടാ. നമ്മളപ്പം പൊങ്ങ് പെറുക്കി വരുമായിരുന്നു കേട്ടോ. പെറുക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം പൊങ്ങ് പെറുക്കി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പൊങ്ങ് കണ്ടോ, വേണ്ടിത് ഈ ഒരു പൊങ്ങ്, ആ ഒരു പൊങ്ങ്. ആഹാ, ആ ഒരു പൊങ്ങൽ പിടിച്ചെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. കണ്ടോ 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 വരുന്നുണ്ടോ. അപ്പം അതും കൂടി നോക്കിയിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ബാക്കി പൊങ്ങുന്നത് എവിടെ കിടക്കുന്നത് കണ്ടോ. നമ്മൾ ഒഴുക്ക് കാരണം എടുക്കുവാന്ന് അജീണം പറഞ്ഞു. അപ്പോൾ ഒരു പൊങ്ങിൻ്റെ ഒരു സംശയം അജീണം നോക്കാൻ വേണ്ടി വന്ന കേട്ടോ. നമുക്ക് നോക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് വലയും കൂടി വീശിട്ട് നിർത്താം, ഇല്ലെങ്കിൽ നമ്മൾ പെറുക്കുക. ഉണ്ടോ? അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ
കൊഞ്ച് വീശ് നിർത്തി കേട്ടോ. കാരണം ഒഴുക്ക് കൂടുതലാണ്, അത് കാരണം വീശിയിട്ട് കാര്യമില്ല. 4 മാർ വെള്ളം ഓടും, 4 ആള് വെള്ളം, ആ 4 ആള് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അതിലൊരു 10 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ അടി ജനം 30 സെന്റിമീറ്റർ. അതാണ് ഈ മീൻ പിടിക്കാൻ കിട്ടുന്നത്. ഉള്ളത് ആ വെട്ട അടിച്ച് പോങ്ങ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം പൊങ്ങ് പെറുക്കുവാണ്. അവിടുന്ന് നമ്മൾ പൊങ്ങ് പെറുക്കിയ കേട്ടോ. അവിടുന്ന് നമ്മൾ പൊങ്ങ് പെറുക്കിയാണ് വന്നത്. അടുത്ത പൊങ്ങ് പെറുക്കാൻ വേണ്ടി പോവാം കേട്ടോ. 4 ആൾ താഴ്ച ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന ആറിൻ്റെ ഇതിന് തൊട്ട് താഴെ, ഈ വള്ളത്തിന് മേളയും താഴെ വരെ 4 ആൾ താഴ്ചയുണ്ട്. അത്രയും വെള്ളമാണ്. പിന്നെ നല്ല ഒഴുക്കുമുണ്ട്. അപ്പോൾ ആ ഒഴുക്കിന് നമ്മളൊരു ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ വീശുന്ന വല മാറിപ്പോയി കഴിഞ്ഞാൽ താഴെ ചെല്ലുമ്പോൾ അതിൻ്റെ ഇരട്ടി വ്യത്യാസത്തിലാണ് താഴെ ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് പ്രയോജനമില്ലായിപ്പോൾ. എന്നിട്ട് നമ്മൾ ഈ ഒഴുക്കിന് നമ്മൾ 2 എണ്ണത്തിനെ പിടിച്ചു കേട്ടോ. അത് നമ്മുടെ ഭാഗ്യമായിരുന്നു കേട്ടോ. അത് നമുക്ക് ലൈവായിട്ട് കാണിക്കാനും പറ്റി. അപ്പോൾ നമുക്കിതെല്ലാം പെറുക്കി നമുക്ക് നേരെ കരയിലേക്ക് പോവാം. ഓക്കെ. 2 3 4 4.5 മാർ വെള്ളത്തിലിട്ടിരിക്കുക. 4.5 മാർ വെള്ളം അടി ചെല്ലുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇത് വേണം. ഇവിടുന്ന് ഒരു 10 സെന്റിമീറ്റർ അവിടെ മാറി കഴിഞ്ഞാൽ അടി ചെല്ലുമ്പോൾ 30-40 സെന്റിമീറ്റർ മാറ്റം. അതുകൊണ്ടാണ് വിഷയം. അതിന് കണക്കൂട്ട് അത് ഒഴുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പറയാനോ. ഓക്കെ. ഞാൻ നമ്മൾ 2 എണ്ണം പിടിച്ചു. നമ്മൾ മുമ്പേ 4 ആൾ താഴ്ച വെള്ളം ഉണ്ടെന്ന് പറഞ്ഞില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ നൂല് നമുക്ക് 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ 4 മീറ്റർ അങ്ങനെയാണ് ഇവർ താഴോട്ട് ഇറക്കുന്നത്. അപ്പോൾ ഒരു 4 മീറ്റർ 5 മീറ്റർ താഴ്ചയിലാണ് നൂലിറക്കി വിടുന്നത്. അപ്പോൾ ഇനിയും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരുടെ എല്ലാവർക്കും ബൈ. ഓക്കേ.